ശ്രീ രാഹുൽ ഈശ്വർ, ഈ വിഷയത്തിൽ കൃത്യമായി മറുപടി പറയേണ്ട, അധികൃതർ മറുപടി പറയേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഇത്രയും കാലം ഉദ്യോഗസ്ഥരുടെ വീഴ്ച, ഉദ്യോഗസ്ഥര മാത്രമായിരുന്ന സമയത്തെ വീഴ്ച, ഇങ്ങനെയൊക്കെയാണ് എണ്ണി പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ പക്ഷേ രാഷ്ട്രീയമായി കൃത്യമായതിന് മറുപടി പറയേണ്ട സമയം അതിക്രമിച്ചില്ലേ? തീർച്ചയായിട്ടും മാധു, രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. പത്മകുമാർ സാറിനെ, അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഒരു മനസ്സിൽ ആശ്വാസം ഉണ്ടെങ്കിലും മറ്റൊരു രീതിയിൽ വേദനയും വിഷമവും ഉണ്ടാക്കുന്നതാണ്. വേറൊന്നും കൊണ്ടല്ല, പത്മകുമാർ സാർ ഇത്തരം ഒരു കാര്യം ചെയ്തു എന്ന് ഓർക്കുമ്പോഴാണ് അതിന് ഏറ്റവും വലിയ വേദനയും വിഷമവും ഉണ്ടാകുന്നത്. ശബരിമല യുവതി പ്രവേശന പ്രശ്നം നടക്കുമ്പോഴും ഒരു സ്ഥലത്ത് പാർട്ടിയും, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെയും, മറുവശത്ത് ഞങ്ങൾ വിശ്വാസികളെയും ബാലൻസ് ചെയ്യാനെങ്കിലും നോക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ പത്മകുമാർ സാർ. ഞങ്ങളെ അടക്കം പ്രക്ഷോഭത്തിന് സഹായിക്കുകയും മറ്റും ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരത്തെ ശ്രീ അനന്തകൃഷ്ണൻ അടക്കം, മാധു അടക്കം സൂചിപ്പിച്ചതുപോലെ ശബരിമലയായിട്ടുള്ള ബന്ധം, ഹരിവരാസനമായിട്ടുള്ള ബന്ധം, ചെറിയ പ്രായം തൊട്ടുള്ള ബന്ധം, ഇങ്ങനെ ഒരു വ്യക്തി അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്യും എന്ന് ചിന്തിക്കാൻ ശരിക്കും മനസ്സിന് വേദനയോടെ, നീറ്റിലോടെ മാത്രമേ അത് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. എന്തായാലും പത്മകുമാർ സാർ ഇനിയെങ്കിലും ആ തെറ്റുകൾ, എന്താ പറയുക, സമസ്താപരാധം പറഞ്ഞ് കുറ്റം ഏറ്റു പറയണം എന്നുള്ളതാണ് അദ്ദേഹത്തെ അറിയുന്ന, വ്യക്തിപരമായി അറിയുന്ന, കുടുംബപരമായി അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പറയാനുള്ളത്. കാര്യം അത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വേറൊന്നും കൊണ്ടല്ല, അതൊരു വിശ്വാസവഞ്ചന കൂടെയാണ്. സാധാരണ വിശ്വാസികൾ അന്നും പത്മകുമാർ സാറ് ഏതെങ്കിലും രീതിയിൽ സഹായിക്കുമെന്നൊക്കെ കരുതിയിരുന്നു. അപ്പം വിശ്വാസികൾ പ്രക്ഷോഭത്തിന്റെ പാതയിൽ പോയിരുന്ന ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വർണ്ണക്കൊള്ള ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നത് വളരെ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന, ഒരുതരം നമുക്ക് നമ്മളോട് തന്നെ നിരാശയും ദേഷ്യവും തോന്നുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. ഇനി രണ്ട്, തീർച്ചയായിട്ടും ഇതിന് ഉത്തരം പറയേണ്ടതുണ്ട്. നേരത്തെ രാജഗോപാലൻ നായർ സാർ സൂചിപ്പിച്ചതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്, എന്താ പറയുക, കേരളത്തിലെ മഹാനായ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ഒക്കെ ഇരുന്നൊരു ബോർഡാണ്. അതായത് കേരളത്തിലെ യുഗപ്രഭാവന്മാരായിരുന്ന ആൾക്കാരിരുന്ന ബോർഡിലെ രണ്ട് പ്രസിഡന്റുമാർ, ആ അർത്ഥത്തിൽ രണ്ടുപേരായി. വാസു സാറ് മറ്റൊരു കാലഘട്ടത്തിനെ കുറിച്ചാണെങ്കിലും വാസു സാറിനെ അറസ്റ്റ് ചെയ്തു, പത്മകുമാർ സാറിനെ അറസ്റ്റ് ചെയ്തു. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയോ ദേവസ്വം പ്രസിഡന്റിനെയോ അറസ്റ്റ് ചെയ്യുന്നത്. മുമ്പ് പരിപൂർണ കമ്മീഷൻ വന്നപ്പോൾ അതിന്റെ അടുത്ത് വരെ എത്തിയെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അതൊന്നും നടന്നില്ല. അപ്പോൾ ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി അതിന് ഒരു രാഷ്ട്രീയപരമായ, ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് കൾപ്പബിലിറ്റി ഉണ്ടോ എന്നറിയില്ല. ചില ആൾക്കാർ, ആ കാലത്തിലെ മന്ത്രിയൊക്കെ ഇതിലേക്ക് ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അത് എനിക്കറിയില്ല. പക്ഷേ അവർക്ക് ധാർമ്മികവും രാഷ്ട്രീയവുമായ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. മാത്രമല്ല, ഈ വിഷയത്തിൽ ഹൈക്കോടതി സുവോമോട്ടോ കേസെടുത്താണ് പോകുന്നത്, സ്വമേധയാ കേസെടുത്താണ് പോകുന്നത്. വേറെ പറഞ്ഞു നിൽക്കാനൊന്നുമില്ല എന്നൊരു തിരിച്ചറിവും കൂടെ ഇതിൽ അകപ്പെട്ടവർക്ക് വേണം. SIT ഏറ്റവും നല്ല രീതിയിൽ പോകുന്നു. ഇത് ശരിക്കും ഈ വിഷയത്തിൽ ഹീറോ മാധുവിനോടൊക്കെയുള്ള റിക്വസ്റ്റ്, അനന്തകൃഷ്ണനുള്ള റിക്വസ്റ്റ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഫോട്ടോ കാണിക്കുമ്പോൾ കാണിക്കേണ്ട രണ്ടുപേരുടെ ഫോട്ടോ ഹൈക്കോടതിയിലെ ആ രണ്ട് ജഡ്ജിമാരുടെയാണ്. രാജാ വിജയരാഘവനും ജഡ്ജി ജയകുമാർ സാറിന്റെയും അടക്കമുള്ള ചിത്രങ്ങളെ പറ്റും കാണിക്കണം. അവരുടെ നിശ്ചയദാർഢ്യവും ബോധ്യവും, അതോടൊപ്പം നിങ്ങൾ മാധ്യമങ്ങളുടെ, മാതൃഭൂമി അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ശക്തമായി ചർച്ച ചെയ്തതുകൊണ്ടാണ് ഈ വിഷയം ഈ രീതിയിലേക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തിയതും ഈ ആക്ഷൻസിനൊക്കെ ഈ സ്പീഡും കാര്യങ്ങളും ഉണ്ടായത്. അപ്പോൾ എല്ലാ വിശ്വാസികൾക്കും ഞെട്ടലുണ്ടാക്കിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി ക്രൈസിസ്, ഒരു വിശ്വാസ്യതയുടെ ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ്. ജയകുമാർ സാർ അടക്കമുള്ളവർക്ക് തിരിച്ചു നേടാൻ കഴിയട്ടെ. എനിക്ക് തോന്നുന്നില്ല ആർക്കും ചിന്തിക്കാൻ പോലും കഴിയുമെന്ന്. അയ്യപ്പന്റെ മുമ്പിൽ ഇരിക്കുന്ന, കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണമുള്ള, ഇത്രയും മാധ്യമ ശ്രദ്ധയുള്ള ഒരു സ്ഥലത്ത് നിന്ന് സ്വർണം പാളികൾ മാറ്റി, സ്വർണം പൂശി അടിച്ചു മാറ്റാൻ തീരുമാനിച്ചത് ഒരു കാരണവശാലും, എന്താ പറയുക, ക്ഷമിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പത്മകുമാർ സാറിനോട് അയ്യപ്പന്മാർ എന്തായാലും പുറക്കില്ല, അയ്യപ്പൻ പുറക്കുമെന്ന് എനിക്കറിയില്ല. ഇനി ഒരു കാര്യം കൂടെ, ദിസ് ഈസ് തെഫ്റ്റ് ബൈ പോളിസി. അതായത് റോബറി ബൈ പോളിസി, തെഫ്റ്റ് ബൈ പോളിസിയാണ്. 39 ദിവസം ചെന്നൈയിൽ എത്താൻ സമയമെടുത്തതും ബോധപൂർവം സ്വർണ്ണപ്പാളികളെന്ന് മാറ്റി ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തിയതുമൊക്കെ ആഴമേറിയ ഒരു കോൺസ്പിറസി, ആഴമേറിയ ഒരു ഗൂഢാലോചനയുടെ, സ്ട്രക്ചറലായ ഒരു ഗൂഢാലോചനയുടെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് കൂടുതൽ അന്വേഷണം ഇതിൽ വേണം. ഇതിലെ എല്ലാ സത്യവും പുറത്തു കൊണ്ടുവരണം. ഇനി ഒരു കാലത്തും ഒരു അമ്പലത്തിലും ഇത് ഉണ്ടാകരുത്. വെളിയിൽ നോക്കുമ്പോൾ അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. നാഷണൽ മീഡിയ അടക്കം വെളിയിൽ നിന്നുള്ള മീഡിയ ചർച്ച ചെയ്യുമ്പം അവർക്കിത് മുഴുവൻ നമ്മുടെ നാടിന്റെ പ്രശ്നമായിട്ട് മാത്രമേ കാണൂ. അവർക്ക് ഈ നമ്മുടെ ഉള്ളിലെ വേർപിരിവുകളൊന്നും അറിയില്ല. അതുകൊണ്ട് ശബരിമലയ്ക്ക് തന്നെ ഏറ്റവും നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. ഇതിൽ നിന്ന് കരകയറാൻ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. ദേവസ്വം ബോർഡ് ആ ക്രെഡിബിലിറ്റി റീക്ലെയിം ചെയ്യണം. അതോടൊപ്പം ഇതിന്റെ പെട്ടവരെല്ലാം അവരെ ശക്തമായ രീതിയിൽ ശിക്ഷിക്കണം. വേറെ എന്താ പറയാൻ കഴിയുക? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓർക്കുക, ഇത് മുറിച്ചു വിറ്റോ മറിച്ചു വിറ്റോ എന്ന കാര്യം നമുക്ക് ഇന്നും അറിയില്ല. അതായത് ശബരിമലയിൽ വിജയമല്യ തന്ന ഒറിജിനൽ സ്വർണം പതിച്ച ചെമ്പ് പാളികൾ
വാതിൽ പാളികൾ, ദ്വാരപാലക ശില്പങ്ങൾ എവിടെയും നമുക്കറിയില്ല. രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഉണ്ണികൃഷ്ണ പോറ്റി പറയുന്നത് ഞങ്ങൾ അങ്ങ് നശിപ്പിച്ചു എന്ന്. അങ്ങനെയല്ല, അത് മറിച്ചു വിൽക്കാനും മുറിച്ചു വിൽക്കാനും ഡിവൈൻ വാല്യൂ, ഇതിനൊരു മോഹവിലയുണ്ട്, ഒരു ഡിവൈൻ വാല്യൂ ഉണ്ട്. ആ ഡിവൈൻ വാല്യൂവിന് കോടിക്കണക്കിന് രൂപയുടെ കാര്യത്തിൽ വിൽക്കാൻ സാധ്യതയുണ്ട്. സുഭാഷ് കപൂർ അടക്കമുള്ളവരുടെ ഈ നെക്സസ് എന്ന് പറയുന്നത് ഏകദേശം 1300 കോടിയോളം രൂപയാണെന്നാണ് ഡോക്യുമെന്റഡ് ആയി തന്നെ ഉള്ളത്. അപ്പോൾ ആയിരക്കണക്കിന് കോടികളുടെ, നൂറുകണക്കിന് കോടികളുടെ വലിയൊരു ബ്ലാക്ക് മാർക്കറ്റ് അടക്കമുള്ള സ്പേസ് ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് സുഭാഷ് കപൂറിന്റെ പേര് ഹൈക്കോടതി തന്നെ ബോധപൂർവ്വം എഴുതി ചേർത്തതാണ്. ഈ രീതിയിൽ ആഗോളതലത്തിൽ $6 ബില്യൺ ഈ ആന്റീക്സ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ അന്താരാഷ്ട്ര മാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. അതിശക്തമായ രീതിയിൽ ഹൈക്കോടതി ഇടപെടണം, മാധ്യമങ്ങൾ പിന്തുണ കൊടുക്കണം, പൊതുജനങ്ങൾ ജാഗരൂകരായി നിൽക്കണം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയുന്നില്ല, പക്ഷേ ഏറ്റവും വേദനാജനകമാണ് കാര്യം, പുറകിൽ നിന്ന് കുത്തിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മുമ്പ് യുവതി പ്രവേശനമൊക്കെ നേർക്ക് നേർ നിന്ന് പോരാടുമ്പോഴും അതിനൊരു മാന്യത ഉണ്ടായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ പുറകിൽ നിന്ന് കുത്തി എന്ന ഫീലിംഗ് ആണുള്ളത്. ബാലൻസിംഗിന്റെ കാര്യം പറഞ്ഞപ്പോ ഏറ്റവും കുറവ് മറ്റുള്ളവർക്ക് ഒരു നിലപാടെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെയല്ല, അദ്ദേഹത്തിന് ആ സമയത്ത് അതേ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ അതിന്റെ പിന്നിൽ പോലും ഉദ്ദേശശുദ്ധി ഇല്ലായിരുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇനി ഒരു കാര്യം, പറയാത്തൊരു കാര്യം കൂടെ പറയാം. ഞങ്ങൾക്ക് 1 മാസത്തെ ശമ്പളം തരാന്നടക്കം അദ്ദേഹം പറഞ്ഞതാണ്. 1 മാസത്തെ ശമ്പളം തരാം. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിൽ ഈ ദുരുദ്ദേശം ഉണ്ടായിരുന്നു എന്ന് അറിയില്ലല്ലോ. നമ്മളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വരുമ്പോൾ നമ്മൾ അതിനെ സ്വാഭാവികമായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ശരി രാഹുൽ.